എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി താലൂക്ക് ഓഫീസിലുണ്ടായ അനിഷ്ടകരമായ സംഭവം. ഈ സംഭവത്തെ തുടർന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ജോയിൻറ്റ് കൗൺസിൽ പ്രവർത്തകർ ആരോപിക്കുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന സാർ, അദ്ദേഹത്തെ ജെഫൈസ് നേരിട്ട് കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് മറ്റൊരു വേർഷനാണ്. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന സാറിൻ്റെ സ്വദേശം മേലൂരാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, മേലൂരാണ്. അദ്ദേഹം ഈ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്നത് ഒരു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ്, ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും അടുത്ത് വരാനായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ഒരു ഓഫീസ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഈ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഒരു NGO അസോസിയേഷനിൽപ്പെട്ട വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനയുടെ NGO അസോസിയേഷനിൽപ്പെട്ട വ്യക്തിയാണ്. തീർച്ചയായിട്ടും ചാലക്കുടി താലൂക്ക് ഓഫീസിലെ ഭൂരിപക്ഷ ജീവനക്കാരും അംഗത്വമുള്ളത് ജോയിൻറ്റ് കൗൺസിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വേട്ടയാടലുകൾ അദ്ദേഹത്തിന് നേരെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം എത്ര വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും അദ്ദേഹം ഈ RR ഡെപ്യൂട്ടി തഹസീൽദാറായിരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പണം ഗവൺമെൻറ്റിന് ഉണ്ടാക്കി കൊടുത്തു. ഏകദേശം 4-5 കോടി രൂപ ലഭിക്കുന്ന സ്ഥാനത്ത് 26 കോടി രൂപയോളം അദ്ദേഹം ഡെപ്യൂട്ടി തഹസീൽദാറായിരിക്കുന്ന സമയത്ത് കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, അതിൻ്റെ കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അങ്ങനെ നിരന്തരമായിട്ട് എതിർ സർവീസ് സംഘടനകളുടെ പിൻബലത്തിൽ അദ്ദേഹത്തെ പലപ്പോഴും ഒതുക്കാൻ ശ്രമിക്കുന്നു, വേട്ടയാടാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ നിരന്തരമായ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ മനഃപൂർവ്വം പ്രകോപിതനാക്കി. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന സാറും ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു. അദ്ദേഹം പറയുന്ന സംഭവം, എന്നെ നിരന്തരമായിട്ട് വേട്ടയാൻ ശ്രമിക്കുന്നു. ഞാൻ ഏക NGO അസോസിയേഷനിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ചാലക്കുടി താലൂക്ക്. എന്നെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള എന്നെ നിരന്തരമായിട്ട് ഈ തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ വേട്ടയാടാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ പ്രകോപിതനാക്കി. അതുമാത്രമല്ല, 2 പേരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏകപക്ഷീയമായി എനിക്കെതിരെ നടപടി എടുക്കാൻ ശ്രമിക്കുന്നു. ഞാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പക്ഷേ എനിക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ഈ വിഷയങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എന്തായിരുന്നാലും പൊതുസമൂഹത്തിൽ ഇത് വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചാലക്കുടി താലൂക്ക് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. സേവനങ്ങൾ ജനങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനത്ത് ഈ സർവീസ് സംഘടനകളുടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടലുകൾ ജനങ്ങളുടെ സേവനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? ജീവനക്കാർ കൂടുതൽ മാനസിക ടെൻഷനിലാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്ന് കൃത്യമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കപ്പെടേണ്ടതാണ്. ജോയിൻറ്റ് കൗൺസിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ രഞ്ജിത്ത് സാർ, അദ്ദേഹത്തിന് പറയാനുള്ളത് മറ്റൊരു വെർഷനാണ്. നമുക്കതൊന്ന് കേൾക്കാം. ചാലക്കുടി താലൂക്ക് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസീൽദാറിൻ്റെ ജോലി ചെയ്യുന്നത് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, തൊണ്ടയിലൊരു ക്യാൻസർ പേഷ്യൻ്റ് എന്ന നിലയിലാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത്. അതായത് എൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ ദയവായി ക്ഷമിക്കണം. ഇപ്പോൾ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ താലൂക്ക് ഓഫീസിലൊക്കെ മൃഗീയമായൊരു ആധിപത്യമുള്ളത് ഭരണാനുകൂല സംഘടനകൾക്കാണ് ഉള്ളത്. ആയിക്കൂടി എന്താ പറയുക, സാർ ഏത് സംഘടനയാണ്? ഞാൻ NGO അസോസിയേഷൻ്റെ ഒരു ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ്. അവിടെ താലൂക്ക് ഓഫീസിൽ ജോയിൻറ്റ് കൗൺസിലിനാണോ ആധിപത്യം? ഷുവർ, 99%. ഇപ്പം ഞാൻ ഒഴിച്ചേർത്തിയ ബാക്കി എല്ലാവരും സംഘടനയെ പറ്റിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ RRന്റെ ഡെപ്യൂട്ടി തഹസീൽദാറായിരുന്നു കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ. ആ സാമ്പത്തിക വർഷത്തിലാണ് സാധാരണഗതിയിൽ 7 കോടി രൂപ കളക്ഷൻ ഉണ്ടാവുന്ന താലൂക്ക് ഓഫീസിൽ ഒരു 26 കോടി രൂപ റെക്കോർഡ് കളക്ഷൻ ഇത്തവണ കിട്ടിയത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ വേറെ സെക്ഷനിലേക്ക് സ്ഥലം മാറ്റി. എന്തിനാണ് സ്ഥലം മാറ്റിയത്? അത് എന്താ പറയുക, അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരെ വിലോസന്മാരെ തന്നെ സംഘടന ഇടപെട്ട്. അതിനുശേഷം ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടാവാൻ കാരണം ഇന്ന് കാലത്തുണ്ടായ വിഷയം എന്നാ വെച്ചാൽ, കാലത്ത് ഞാൻ ഓഫീസിൽ വന്നപ്പോൾ എൻ്റെ ക്ലർക്ക് 300 ചില്ലാൻ, ഏകദേശം 300 താഴെ ലീഗൽ ഹെഡ്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഓഫീസിൽ പെൻഡിങ് ഉണ്ടായിരുന്നു ഞാൻ ചാർജ് എടുക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ 5-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ 6-ാം തീയതിക്ക് മുമ്പ് തീർക്കണം എന്നൊരു നിർബന്ധം എൻ്റെ ക്ലർക്കിനോട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പല കാര്യങ്ങളുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ, ഈ ലീഗൽ ഹെഡ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു മരിച്ചു പോയ ആൾക്കാരുടെ അവകാശത്തിന് വേണ്ടി വെക്കുന്ന കാര്യങ്ങളാണ്. അവർക്കത് കിട്ടിയതിന് ശേഷം, കാരണം കഴിഞ്ഞ നവംബർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ഓഫീസിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ, ആ ക്ലർക്കും നന്നായിട്ട് ചെയ്തിരുന്നു. ഞാൻ വന്നതിന് ശേഷം നന്നായിട്ട് അത് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഓഫീസിൽ വന്നപ്പോൾ ആ ക്ലർക്ക് എന്നോട് ഒന്ന് പറഞ്ഞു, സാറേ, ഹെഡ് ക്വാർട്ടേഴ്സിൽ ഡെപ്യൂട്ടി തഹസീൽദാർ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ ഗവൺമെൻറ്റിനെ ബന്ധപ്പെട്ട് എന്തോ മറ്റേ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് എന്തോ ഭക്ഷണത്തിൻ്റെ ഇതുണ്ട്, അതിൻ്റെ പ്ലേറ്റുകൾ ഒക്കെ കൊണ്ടുവന്ന് കാലത്ത് എന്നോട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്ലർക്ക് ഏത് വിശിഷ്ടാതിഥിയാണ്? ശ്രീധരൻപിള്ള സാറ് ഇന്നലെ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാർജ് ഈ ഇപ്പോൾ ഞാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ മറ്റേ സുരേഷ് എന്ന് പറഞ്ഞ ആൾക്കാരും ചാർജ്. ഇന്ന് കാലത്ത് എന്നോട് ആ ക്ലർക്ക് പറഞ്ഞു, സാർ ആ പ്ലേറ്റുകളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നേരത്തെ സാറിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ക്ലർക്കിനോട് പറഞ്ഞു, സുരേഷ് പറഞ്ഞു ഈ അവിടെ ഈ വിശിഷ്ടാതി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റുകൾ മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരുടെ സെക്ഷനിൽ ഇഷ്ടംമാതിരി ആൾക്കാരുടെ, അല്ലെങ്കിൽ സുരേഷിൻ്റെ ജോലിയാണത്, നമ്മുടെ ജോലിയാണ്. നീ അത്യാവശ്യം നമ്മുടെ ഇവിടെ പെൻഡിങ് കിടക്കുന്ന ഫയലുകളൊന്നും നോക്കണം,
ആ സർട്ടിഫിക്കറ്റിൽ മറ്റേ ശരിയാക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. ഈ പയ്യൻ തന്നെ എന്നോട് പറഞ്ഞു, തഹസാർ പറഞ്ഞു നീ തന്നെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തഹസാരോട് ജേക്കബ് സാറെ ബഹുമാനോട് ജേക്കബ് സാറോട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയ വാക്കുതർക്കുണ്ടായി. കാരണം എന്നാ വെച്ചാൽ നമ്മുടെ അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യണേ. അപ്പോൾ ഞാനോട് ചോദിച്ചാൽ എത്ര ഉള്ളൂ, ജേക്കബ് സാറിനോട് ചോദിച്ചത് നമ്മുടെ സർവീസ് അവിടെ ഏകദേശം 10-12 പേര് അവിടെ വെറുതെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ സെക്ഷനിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പിള്ളേരെ അങ്ങോട്ട് വരേണ്ട കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ പാത്രം കൊണ്ടുവയ്ക്കാൻ അങ്ങോട്ട് വരേണ്ട കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ട് ആ കാര്യം പറഞ്ഞു. ചെറുതായിട്ടൊരു വാക്ക് എന്താ പറയുക ഒഫീഷ്യലായിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി കയറി വരുന്നത്. അയാളോട് ഈ വാക്കുകാർക്കുണ്ടെങ്കിൽ ഞാൻ 5-6 പ്രാവശ്യം അയാളോട് പറഞ്ഞു, സുരേഷ് നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ല അത്, ഞാൻ തഹസാരായിട്ട് സംസാരിക്കുന്നത്, നിങ്ങളെക്കാളും സീനിയറായിട്ട് ഡെപ്യൂട്ടി തഹസാരാണ് ഞാൻ. അപ്പോൾ ഞാൻ തഹസാരായിട്ട് തമ്മിലാണ് സംസാരിക്കണേ. അപ്പോൾ പിന്നെ ഇയാളെന്നെ കഴുത്തി പിടിച്ച് ചെളി കുറച്ച് കഴിഞ്ഞപ്പോൾ, കാരണം അവരെല്ലാവരും സംഘടനക്കാരായിരുന്നു. ഇപ്പോൾ NGO അസോസിയേഷൻ്റെ സംഘടനക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിൽ രാഷ്ട്രീയപരമായിട്ട് സാറിനെതിരെയുള്ള ഒരു വേട്ടയാടലാണ് എന്നാണ് സാർ പറയുന്നത്. അത് തന്നെ, ഇത് കുറേ നാളുകളായോ ഇങ്ങനെ? കുറേ നാളുകളായി. ഇപ്പോൾ സാറിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. അതെ, കോടതി ഉത്തരവിന്റെ മാത്രം പിൻബലത്തിലാണ്. സാറിന് ഈ അസുഖമുള്ളതുകൊണ്ട് പ്രത്യേക കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് വേറെ രീതിക്ക് മാറ്റാനും പറ്റില്ല. അപ്പോൾ അതാണ് ഈ പ്രശ്നത്തിന്റെ ഒരു കാരണം എന്നാണ് സാർ വിശ്വസിക്കുന്നത്. അതെ, ഇതുമായി ബന്ധപ്പെട്ട് സാർ എവിടെയെങ്കിലും ചികിത്സ തേടുകയോ മറ്റു കാര്യങ്ങളോ? ഞാൻ സെന്റ് ജെയിംസിൽ സെന്റ് ജെയിംസിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ ഏതെങ്കിലും പരാതികളോ മറ്റു കാര്യങ്ങളോ? പരാതി കൊടുക്കണം, നാളെ കാലത്ത് കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ ആകെ ടെൻഷനാണ്. എന്താ പറയുക, ആകെ ഒരു എന്താ പറയുക, ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷ ഉണ്ടായില്ല. നാളെ കാലത്ത് ഇതിപ്പോൾ സാറിനെ ശരിക്കും പ്രകോപിതനാക്കായിരുന്നു തന്നെ. ഞാൻ ഇദ്ദേഹത്തിനോട് ഇപ്പം ഞാൻ ആക്രമിച്ചു എന്ന് പറയുന്ന ആ മനുഷ്യനോട് ഞാൻ ഒരു 5-6 പ്രാവശ്യം പറഞ്ഞു, സുരേഷ് നമ്മൾ തമ്മിലുള്ള വിഷയമല്ല അത്, ഞാൻ തഹസാരായിട്ടാണ് സംസാരിക്കണേ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനെ പറ്റിയത് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്ത കാരണമാണ് എൻ്റെ ഒന്നാമതേ സാറിൻ്റെ കീഴിലുള്ള ഈ ക്ലർക്കിന് പിടിപ്പത് പണിയുണ്ട്. ആ ക്ലർക്കിനെ കൊണ്ട് ഈ പാത്രം എടുപ്പിക്കാൻ വേണ്ടി വിടേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല എന്നാണ് സാർ വിശ്വസിക്കുന്നത്. അതെ, അത് എന്തുകൊണ്ട് അതിനൊരു അഡീഷണൽ ആയിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. ഇദ്ദേഹത്തിന്റെ സെക്ഷനിൽ ഒരു 11 ക്ലർക്കുമാരും ഉണ്ട് അവിടെ, സുരേഷിന്റെ. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും പോയി ചെയ്യാന്നുള്ളൂ. ഇത് നമ്മുടെ സെക്ഷനിൽ എന്താ കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ എന്നെ മാറ്റിയ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ നാച്ചുറൽ കലാമിറ്റി, വീടുകളുടെ മുകളിൽ വന്ന് നാശനഷ്ടങ്ങളും മറ്റു കാര്യം, ക്യാൻസർ പെൻഷൻ, CMDR പെൻഷൻ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഞാൻ ഇപ്പോൾ മാറി വന്ന സെക്ഷൻ കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ക്ലർക്കുമാരോട് വെയിറ്റ് ചെയ്ത് അന്ന് തുടങ്ങി പറയുന്നതാണ്. അവർ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ സാറിനെതിരെ ഒരു നടപടി വന്നാലും അത് ഏകപക്ഷീയമായ നടപടി തന്നെ ആയിരിക്കാം, നടപടിയായിരിക്കും. കാരണം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സംഘടനയുടെ ഭാരവാഹിയല്ലേ ഞാൻ. എന്നിരുന്നാലും ഒരു കാര്യം കൂടി പബ്ലിക്കിനോട് പറയാണ്ട്, ഇപ്പോൾ JFS വഴി ഏത് ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് ന്യായമായ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പരമാവധി ഡിലേ ചെയ്യാൻ നടത്തി കൊടുക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഉള്ള ആഗ്രഹം.